നമ്മുടെ ഫോണിലുള്ള സിം കാർഡ് മറ്റാരെങ്കിലും ടാപ്പ് ചെയ്യുന്നുണ്ടോ? അതായത് നിരീക്ഷിക്കുന്നുണ്ടോ? അത്തരത്തിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ, നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ നെറ്റ്‌വർക്ക് വഴി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, കോൾ ചെയ്യുന്നതും മെസ്സേജ് അയക്കുന്നതും എന്ന് വേണ്ട നമ്മൾ ഫോണിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും അവർക്ക് കാണാനായിട്ട് പറ്റും. അതവർക്ക് ഉപയോഗിക്കാനായിട്ടും പറ്റും. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോണിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 5 സൂചനകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, അത്തരത്തിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫോൺ ടാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സിം കാർഡ് എന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ സെർച്ച് ബാറിൽ സിം ടൂൾ കിറ്റ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. സിം ടൂൾ കിറ്റ്. അപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരുടെ ഫോണിലും ഉള്ളതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ പെർമിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ആദ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഏതെങ്കിലും സിമ്പിൾസുകൾ ഇവിടെ നിങ്ങൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. ഇത്തരത്തിലുള്ള സിമ്പിൾസുകൾ നമ്മുടെ ഫോണിലേക്ക് ഹാക്കർസ്മാർ അയക്കുന്നതാണ് നമ്മുടെ ഫോൺ ടാപ്പ് ചെയ്യാനായിട്ട്. ഈ ഭാഗത്താണ് ആദ്യമായിട്ട് ഉണ്ടാകുക. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം ഒന്നുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഓപ്പൺ ബൈ ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലിങ്ക് ടു ഓപ്പൺ ദിസ് ആപ്പ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല. അതിൻ്റെ താഴെയായിട്ട് ഇവിടെയും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഒരുപാട് സിമ്പിൾസുകൾ, ഏതെങ്കിലും സിമ്പിൾസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരിക്കലും ടാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത്. അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതിലൂടെ പോകുന്നതായിരിക്കും. നമ്മളുടെ കാര്യങ്ങൾ എടുക്കാനായിട്ട് ഹാക്കർമാർ അയക്കുന്നതാണ് അത്തരത്തിലുള്ള സിമ്പിൾസുകളൊക്കെ. അത്തരത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിനെ നിങ്ങളുടെ ഫോൺ ഓപ്പറേറ്ററിനെ വിളിച്ചിട്ട് അത് നിങ്ങൾ ഈ കാര്യം പറയുക. അത് മാത്രമല്ല, ഈ ഭാഗങ്ങളിൽ റിമോട്ട് കൺട്രോൾ, കോൺഫിഗ് അപ്ഡേറ്റ്, ഫോർവേഡിംഗ്, സ്പൈ സർവീസ് എന്നൊക്കെ കാണുകയാണെങ്കിൽ അതിലും നിങ്ങൾ ഒരിക്കലും തന്നെ ക്ലിക്ക് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഓപ്പറേറ്ററിനെ ഈ കാര്യം വിവരമറിയിക്കുക. അവർ അതിനെ ശരിയാക്കിക്കോളും. ഇത്തരത്തിലുള്ള സിമ്പിൾസുകളും ലിങ്കുകളും ചിലപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിലായിരിക്കില്ല ഉണ്ടാകുന്നത്. സിം ടൂൾ കിറ്റിന്റെ മറ്റ് ഓപ്ഷൻസുകൾ കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഓരോരോ ഫോണിലും ഓരോരോ സെറ്റിംഗ്സുകളായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ഫോണിൽ അത്തരത്തിൽ ഉണ്ടെങ്കിൽ അത് ടാപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം അത് നെറ്റ്വർക്ക് ഓപ്പറേറ്ററിനെ അറിയിക്കുക. നമ്മുടെ ഫോൺ ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നതിൻ്റെ രണ്ടാമത്തെ സൂചന നമുക്ക് എങ്ങനെ നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിൽ ഫോൺ ആപ്പ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഫോണിലും അത് ഉണ്ടാകും. ഞാനിവിടെ ഫോൺ ആപ്പ് ഈ ഫോണിൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺടാക്റ്റുകളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ കോൺടാക്റ്റുകളുടെ മുകളിലായിട്ടൊരു 3 വര കാണാനായിട്ട് സാധിക്കും. ചില ഫോണുകളിൽ അത് 3 ഡോട്ട് ആയിരിക്കും ഉണ്ടാവുക. അതിൽ തന്നെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 3 വരയിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ സെറ്റിംഗ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ കോൺടാക്റ്റുമായിട്ട്, ആ ഫോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഒരുപാട് സെറ്റിംഗ്സുകൾ ഉണ്ടതിൽ. ഗൂഗിളിൻ്റെ ഫോൺ ആപ്പാണത്. നിങ്ങൾക്കത് ഇല്ലെങ്കിൽ നിങ്ങളതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാളിംഗ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പല ഫോണുകളിലും പലതരത്തിലുള്ള ഓപ്ഷൻസുകളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് ഒന്ന് എല്ലാ ഓപ്ഷൻസുകളും തുറന്നു നോക്കുക. നിങ്ങൾക്കിവിടെ നമ്മുടെ സിം ഏതാണോ ഉപയോഗിക്കുന്നത് ആ സിം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കാളിംഗ് അക്കൗണ്ട് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാണാനായിട്ട് പറ്റും. ആ സിമ്മിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് താഴെയായിട്ട് തന്നെ ഇവിടെ കാൾ ഫോർവേഡിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആൾവേസ് ഫോർവേഡ്, വെൻ ബിസി, വെൻ അൺആൻസർഡ് അല്ലെങ്കിൽ വെൻ അൺറീച്ചബിൾ എന്നൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് വിടുക. കാരണം നമ്മുടെ ഫോണിൻ്റെ ഫോൺ ഫോർവേഡ് ചെയ്യിപ്പിക്കുന്നത് നമ്മളറിയാതെ മറ്റുള്ള ഫോണുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അറിയാത്ത ഫോൺ നമ്പറുകളാണെങ്കിൽ നിങ്ങളതിനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ സേവ് എന്ന് കൊടുക്കുക. അത്തരത്തിൽ സേവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നത് നമ്മളറിയാതെ നമ്മുടെ ഫോൺ നിരീക്ഷിക്കുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. എന്നാൽ ഇതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഗുണങ്ങളുമുണ്ട്. ആ ഗുണത്തിന് വേണ്ടി തന്നെയാണ് നമുക്ക് ഈ ഫോർവേഡിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഗുണം? നമ്മളിപ്പോൾ ഒരു
പുറം രാജ്യത്താണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോൺ സിം ഈ രാജ്യത്തുള്ളത് നമ്മുടെ ഇന്ത്യയിലുള്ള സിമ്മാണ് നമ്മൾ പുറം രാജ്യത്താണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ആ ഇന്ത്യയിലുള്ള സിം നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് പുറം രാജ്യത്ത് ഇരിക്കുന്ന സമയത്ത് ഈ കാൾ ഫോർവേഡിംഗ് എന്നുള്ളതിൽ കൊടുത്തിട്ട ശേഷം ആൾവേസ് ഫോർവേഡ് നിങ്ങൾ കൊടുത്തിട്ട് അതിൽ നമുക്ക് അവിടെയുള്ള ഈ സിം ആ ഫോണിൽ നമ്മൾ അവിടെ അടിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സിമ്മിലേക്ക് വരുന്ന എല്ലാ കോളുകളും നമ്മൾ പുതിയതായി എടുത്തിരിക്കുന്ന സിമ്മിലേക്ക് വരുന്നതായിരിക്കും. അതാണ് ഈ കോൾ ഫോർവേഡിംഗ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സെറ്റിങ്സ് കൂടിയാണ്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ അറിയാതെ അത് ഫോർവേഡിംഗ് ആവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അറിയാത്ത നമ്പറാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് വിടുക. ചില ഫോണുകളിൽ ഈ കോൾ ഫോർവേഡിംഗ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫോൺ ടാപ്പ് ചെയ്തിട്ടുണ്ടോ എന്നറിയാനായിട്ട് സാധിക്കുക. അതിനായിട്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ ആപ്പ് തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. *#21# എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാൾ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കോൾ ഫോർവേഡിംഗ് വോയിസ് നോട്ട് ഫോർവേഡ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു MMI കോഡാണ്. അത് ഫോർവേഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കോഡാണ്. അത് നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ഫോർവേഡിങ്ങിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ഒന്നുകൂടി നമ്മുടെ ഫോൺ ആപ്പ് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കീപാഡിൽ *#67# എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ കാൾ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും കാൾ ഫോർവേഡിംഗ് വോയിസ് നോട്ട് ഫോർവേഡഡ്. നമ്മുടെ ഫോണിൽ നിന്നും ഫോർവേഡ് ആകുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് നിങ്ങളുടെ ഫോണിൽ ഇനി ഫോർവേഡ് ആകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്കിതിൽ ഫോർവേഡ് ആകുന്നുണ്ട്, ബിസിയാണ് എന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാത്ത നമ്പറുകളിലേക്കായിരിക്കും അത് പോകുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം. അതിനായിട്ട് നമ്മളുടെ ഫോൺ ആപ്പിൽ തന്നെ കീപാഡ് എടുക്കുക. അതിനുശേഷം #002# എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ കോൾ എന്ന് കൊടുക്കുക. കോൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കാൾ ഫോർവേഡിംഗ് സക്സസ്ഫുള്ളി ഇറേസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഫോണിൽ നിന്നും മറ്റേതെങ്കിലും നമ്പറുകളിലേക്കൊക്കെ നമ്മുടെ ഫോൺ കോൾ ഫോർവേഡായി പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിർത്തലാക്കിയിട്ടുള്ള ഒരു കൺഫർമേഷനാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ മൈക്രോഫോൺ എന്ന് സെർച്ച് ചെയ്യുക. മൈക്രോഫോൺ ആക്സസ് എന്നിവരിവിടെ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ മുകളിലായിട്ട് പെർമിഷൻ മാനേജർ എന്നൊരു ഓപ്ഷൻ കാണില്ല. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ മൈക്രോഫോൺ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൈക്രോഫോൺ ഏതൊക്കെ ഫോണുകളിൽ നമ്മൾ എല്ലാ സമയത്തും അലൗഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അലൗഡ് ആൾ ദ ടൈം എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫോണിൽ ആ ഭാഗത്ത് എല്ലാ സമയത്തും അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മാറ്റിയിട്ട് അലൗഡ് ഓൺലി വിൻ യൂസ് എന്ന് നിങ്ങൾ മാറ്റി കൊടുക്കുക. കാരണം മൈക്രോഫോൺ എല്ലാ സമയത്തും നമ്മൾ നിരീക്ഷിച്ച് കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള സമയത്ത് മാത്രം ആ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾ അതിലേക്ക് മാറ്റി കൊടുക്കുക. അതല്ലാത്ത പക്ഷം നിങ്ങൾ അതിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റാർക്കെങ്കിലും എടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ, കേൾക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത്. നാലാമത്തെ സിഗ്നലിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ സെറ്റിംഗ്സിൻ്റെ മുകളിൽ പോയിട്ട് ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. നേരെ വന്നെത്തുന്ന ഇത്തരത്തിലൊരു ഓപ്ഷനിലേക്ക് തന്നെയായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ ഫൈൻഡ് ഹബ് എന്നുള്ളത് മാത്രം നിങ്ങൾ ഓൺ ചെയ്താൽ മതി. ബാക്കിയുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനുകളിൽ നിങ്ങളത് ഓണായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നും നിങ്ങളുടെ എല്ലാ വിവരങ്ങളും അവർക്ക് കൊണ്ടുപോകാൻ, എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ടുള്ള ഒരു അനുപാതമാണ്. നമ്മൾ അറിയാതെ രഹസ്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അവർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഫൈൻഡ് ഹബ് എന്നുള്ളത് നമ്മുടെ ഫോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഒരു സംവിധാനമാണ് ഈ ഫൈൻഡ് ഹബ് എന്നുള്ളത്. അത് എല്ലാ ഫോണുകളിലും ഉള്ളത് തന്നെ, അത് ഓണായിട്ട് തന്നെയായിരിക്കും ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലാതെ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനുകളിൽ നിങ്ങളിത് ഓണായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളൊന്ന് ബാക്കിലേക്ക് തന്നെ പോവുക. ബാക്കിലേക്ക് പോയതിന് ശേഷം നമ്മളുടെ
ഫോണിലുള്ള മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് നമ്മളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാനായിട്ട് സാധിക്കുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെയായിട്ട് ഡിവൈസ് പെയറിംഗ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളുടെ ഫോണിൽ അവിടെ പെയറിംഗ് ഡിവൈസ് എന്നുള്ള ഇവിടെ 0 എന്നാണ് കിടക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ അവിടെ ഏതെങ്കിലും ഒരു നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈസ് നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഒന്നും അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ 1 എന്നൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പെയറായിട്ട് കിടക്കുന്ന ഡിവൈസ് ഏതാണെന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അത്തരത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു ഡിവൈസ് ആണെങ്കിൽ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് വരുന്ന മെസ്സേജുകളെല്ലാം തന്നെ ഇതിലൂടെ അവർക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കിടക്കുന്ന ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നമ്പറോ ഏതാണോ അവർക്കത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഫോൺ ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ 5ാമത്തെ സൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ അൺനോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അൺനോ. അപ്പോൾ ഇവിടെ അൺനോ ട്രാക്കർ അലേർട്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ അലോ അലേർട്ട് എന്നുള്ളതിൻ്റെ നിങ്ങളിവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഇത്തരത്തിൽ ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ബ്ലൂടൂത്ത് ഇവിടെ ഓൺ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൂടി നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആകും. അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ കൂടി നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഈ രണ്ടും ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്കിവിടെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. മാനുവൽ സ്കാൻ എന്നാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണ് ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോ ട്രാക്കർ അലർട്ട് എന്ന് കാണുന്നില്ലേ, ഈ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഫോണ് ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഏത് ഡിവൈസിലേക്കാണ് ട്രാക്ക് ചെയ്യുന്നത്, ആരാണ് ട്രാക്ക് ചെയ്യുന്നത്, എവിടെ നിന്നാണെന്നൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ആ ഒരു സെക്ഷനിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസുകളൊക്കെ കാണാനായിട്ട് പറ്റും. കുറച്ചൊന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ പ്രൊട്ടക്റ്റ് ഫ്രം ഓൺലൈൻ സ്കാമർ എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ടാകും. ഇത് നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിൽ ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്താലുള്ള ഗുണം, നമ്മൾ ഇൻ്റർനെറ്റിലൂടെയോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുകയോ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലൂടെയാണ് ഒരുപാട് സ്കാമേഴ്സൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരികയും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിത് ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൊട്ടക്ട് ഫ്രം ഓൺലൈൻ സ്കാമർ എന്നുള്ളത് നിങ്ങളുടെ സെറ്റിംഗ്സിൽ നിന്ന് ഈ സെർച്ച് ബാറിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നേരെ അത്തരത്തിലൊരു ഓപ്ഷനിലേക്ക് തന്നെയായിരിക്കും പോയെത്തുക. അപ്പോൾ അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അടുത്തതായി നിങ്ങളുടെ ഫോണിലൂടെ കോൾ ചെയ്യുന്ന സമയത്ത് ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഫോൺ കോളിൻ്റെ ഇടയിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുന്ന ശബ്ദമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സംസാരിക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശബ്ദങ്ങളോ കൂടുതലായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നും ആ സിമ്മ് ഊരി മറ്റൊരു ഫോണിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം നിങ്ങൾ കോൾ ചെയ്ത് നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് അതേ ശബ്ദം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ പ്രശ്നമല്ലാതെ നിങ്ങളുടെ സിമ്മിൽ ടാപ്പ് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ മറ്റാരോ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സാധ്യത വളരെ കൂടുതലായിട്ട് അറിയാനുള്ള ഒരു ഓപ്ഷനാണത്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ ഓപ്പറേറ്ററെ അറിയിച്ചതിന് ശേഷം ആ ഒരു പ്രശ്നം നിങ്ങൾ നീക്കം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.